നമസ്കാരം. BMTV ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പൊങ്കാല നാളിൽ 1000 ആശംസകൾ. കണ്ടല്ലോ, തിരുവനന്തപുരം കീഴടക്കുകയാണ് നമ്മുടെ സ്ത്രീ സമൂഹം. എന്തായാലും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം നഗരം യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ശബരിമല ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും BMTV ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ്. ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിടാതെ നിങ്ങളുടെ മുന്നിലെത്തും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖർ എന്ത് നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മേയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മണിക്കൂറായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എന്തായാലും 1000 പൊങ്കാല ആശംസകളോടെ ഞങ്ങൾ തുടങ്ങുകയാണ്. നമസ്കാരം അമ്മ, എങ്ങനെയുണ്ട്? ചൂടൊക്കെ ഉണ്ട്? പൊങ്കാല ചൂട് ഭയങ്കരമായ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടുകളാണ്. ഞങ്ങള് ഊപ്പാടും പതപ്പാടും വന്ന് നിൽക്കുകയാണ്. പിന്നെ അമ്മച്ചിയുടെ സഹായം കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു രീതിയിൽ അമ്മച്ചി ഞങ്ങളെ താങ്ങിക്കൊണ്ടൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ പിടിച്ചൊക്കെ നിന്ന്. അല്ല, ഇത്ര ചൂടും തരണം ചെയ്ത് ഇങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരാനുള്ള കാരണം? അത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞങ്ങൾക്ക് അമ്മയുടെ നടയിൽ വരണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ വരണം. ഇനി ഞങ്ങൾ പറ്റണ കാലം വരെ ഞങ്ങൾ വന്ന് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. നമ്മള് വരണിട്ട് കുറെ വർഷം കൊണ്ട്, എന്റെ ഒരു 10-25-30 വർഷത്തിന് മുമ്പേ ഞാൻ വരേന്നെ. 30 വർഷം മുന്നേ ഉള്ള ഈ ആറ്റുകാൽ പൊങ്കാല അതേ ജനമാണോ ഇപ്പൊ? എങ്ങനെയാണ് ഇപ്പൊ? കൂടുതലാണ് ജനങ്ങൾ. ഓരോ വർഷം ചെല്ലും തോറും ജനങ്ങൾ കൂടി വരണം. വരെയാണ്. എന്റെ സ്ഥലം നെടുമങ്ങാട് ഉണ്ടപ്പാറ. പറയങ്കാവ്. അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയുണ്ട്? സർക്കാർ സംവിധാനം എന്ന് പറയാൻ ഇപ്പം നമുക്ക് ഇവിടെ അന്നദാനത്തിന് എല്ലാം കിട്ടുന്നുണ്ട്. കുടിവെള്ളമുണ്ട്, ആഹാരമുണ്ട്. അങ്ങനെ എല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ല. വന്നിരിക്കാനുള്ള സൗകര്യഭാഗ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക്. അപ്പൊ ഈ വെള്ളത്തിന്റെ വിഷയം ഒരു വലിയ സംഭവമായിട്ട് നമ്മുടെ എല്ലാ പത്രമാധ്യമങ്ങളിൽ വന്നതാണ്. എനിക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വെള്ളത്തിന് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അന്നദാനത്തിന് ആഹാരവും കഴിക്കാനുള്ളത് എല്ലാം നമുക്ക് സന്തോഷമായ കിട്ടുന്ന. അത് നമുക്കൊരു വലിയ കാര്യങ്ങളും ഇഷ്ടം പോലെ നമുക്ക്. നെടുമങ്ങാട് ഉണ്ടപ്പാറ തന്നെ. എങ്ങനെയുണ്ട് അമ്മയുടെ കടാക്ഷം? എങ്ങനെയാണ് ഞങ്ങളെ താങ്ങിക്കൊണ്ട് പോയി ഈ വെയിൽ ഒന്നും നമുക്ക് ലഭിച്ചില്ല. ഇപ്പോഴാണ് ഇത്തിരി ചൂടെടുത്തത്. അപ്പൊ പൊങ്കാല ഇട്ട ആ ഒരു സമയത്ത് തീരെ ചൂടും ഈ വെയിലിന്റെ ചൂടും ഒന്നും ബാധിച്ചതേ ഇല്ല? ബാധിച്ചില്ല. ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് അതൊരു തണൽ പോലെയാണ് തോന്നിയത്. ഞങ്ങൾ എത്രയോ കൊല്ലം കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ ആവുന്നത് മരിക്കുന്ന കാലം വരെ പറ്റുമെന്നുള്ള കാലം വരെ അമ്മേരെ നടയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റും എന്നുള്ള സമരം ഞങ്ങൾ വരികയും ചെയ്യും. നല്ല അഭിപ്രായം. ആറ്റുകാൽ പൊങ്കാല നല്ലായിരുന്നു. ഇപ്പൊ ഞാൻ 3ാമത്തെ വർഷമാണ് ഞാൻ ഇടുന്നത്. അമ്മ നന്നായിട്ട് നമ്മളെ കാത്തു. കഴിഞ്ഞ വർഷത്തെക്കാൾ എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ടോ? മാറ്റങ്ങള് ഒരുപാട് ജനമാണ് ഇപ്പോ നമുക്ക് പാളയം, കവടിയാറ്, അങ്ങ് പേരൂർക്കട, മഴയില കഴിഞ്ഞ് എണിക്കര വരെ ഇപ്പൊ നമുക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഓരോ വർഷം തോറും ജനങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും സർക്കാർ സംവിധാനങ്ങളും അതിനൊത്ത് ഉയർന്നെന്നാണോ അഭിപ്രായം? അതെ. ഒരുപാട് നമുക്ക് വാഹന സൗകര്യത്തിനും എല്ലാം നല്ലതായിട്ട് മെച്ചപ്പെട്ടു വരുന്നുണ്ട്. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. നമുക്ക് എല്ലാം നമുക്ക് ദൈവം നമ്മളെ കാത്തു എല്ലാം കാത്ത് ഞങ്ങളെ വീട് കൊണ്ട് എത്തിച്ചാൽ മാത്രം മതി. അതേ ഉള്ളൂ. എന്റെ സ്ഥലം കുമാരപുരമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ളതാണ്. അടുത്താണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ചൂടൊന്നും അടിക്കുന്നില്ല. അമ്മയുടെ കടാക്ഷം കൊണ്ട് മഴയില്ല. കാരണം നല്ല ചൂടാണുള്ളത്. ആ ചൂടിലും നമ്മൾ ആ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ചൂടടിക്കുന്നില്ല. ഞങ്ങൾക്ക് ചൂടടിക്കുന്നില്ല. ഇതൊന്നും ചൂടേ അല്ല. അമ്മയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇതൊന്നും ഒരു ചൂടേ അല്ല. ഇതിൽ നിന്ന് വലിയ ചൂടാണെങ്കിൽ പോലും ഞങ്ങൾ അതിന് തരണം ചെയ്തുകൊണ്ട് പൊങ്കാല ഇടും. അതെ. ഞങ്ങൾക്ക് എല്ലാം നല്ല ഭക്ഷണം കറക്റ്റായിട്ട് കിട്ടി. എല്ലാം കറക്റ്റായിട്ട്. അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിന്റെ വിഷയം ഒരു വലിയൊരു വിഷയമായിട്ട് ചർച്ചാ വിഷയമായതാണ്. അതൊന്നും ഇല്ലല്ലോ? ഇല്ല. വെള്ളമൊക്കെ ഇഷ്ടംപോലെ ആവശ്യത്തിനുണ്ട്. ആഹാരങ്ങൾ വേണ്ടാത്ത പാടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആഹാരങ്ങൾ നമുക്ക് വാങ്ങിച്ച് ഞങ്ങള് കഴിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് അന്നദാനം ഞങ്ങൾക്ക് കിട്ടി. എന്തായാലും ഈ ഒരു പൊങ്കാലയ്ക്ക് വന്നതിന് ശേഷം നല്ല ഹാപ്പിയാണല്ലോ. ഒരു വിഷയമില്ല. ഓക്കെ.